ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് എന്തുവന്നല്ലേ, ഇന്നത്തെ നമ്മുടെ ഡിഷ് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി ചിക്കൻ കൊണ്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ചേർത്ത കപ്പ ബിരിയാണിയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ കപ്പ ബിരിയാണി എന്ന് പറയുമ്പം അതൊരിക്കലും ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമല്ല. നമ്മൾ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ മെയിൻ ഡിഷായിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ് നമ്മുടെ കപ്പ ബിരിയാണി. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കപ്പ ബിരിയാണി വെക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മൾ മെയിനായിട്ട് കഴിക്കും. പിന്നെ ആ ചോറിൻ്റെ കൂടെ കറിയായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല. അതിൻ്റെ കൂടെ നല്ല അത് ചൂടോടെ കഴിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കൂടെ ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ രീതിയിൽ തന്നെ ചെയ്താൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകം ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് പറയുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഞാൻ കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കപ്പ ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇത് കുക്കറിലൊന്നും ഇടാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ കപ്പയ്ക്കൊരു എന്താ പറയുക, ഒരു 2-3 വെള്ളമൊക്കെ അത് ഊറ്റിക്കളയണം. ഞാനൊരു 2 പ്രാവശ്യം തിളപ്പിച്ച്, ഇത് പെട്ടെന്ന് വേവുന്ന കേട്ടോ, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കുക്കറിലിടാം. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഒരു മെയിൻ പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു ഇരുമ്പേട്ടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിൽ നിന്ന് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്നാവണം. തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ തേങ്ങ കൊത്ത് വറുത്ത് മാറ്റിയിട്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണയും കൂടെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയത് ഒന്ന് വറുത്തെടുക്കാം. അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പം തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇത് ഇഞ്ചി തേങ്ങയാണ് കേട്ടോ, അതാണ് ഈ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വറുത്താലും മതി. ഇത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടും. അപ്പോൾ ചീനി നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിനി നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ദേഹം പൊള്ളി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ നന്നായിട്ട് വാടുന്ന ഒരു പരുവെന്ന് പറയുന്നത്. ദേഹമൊക്കെ ഇങ്ങനെ പൊള്ളി വരും അതിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് 1 കിലോ ചിക്കനും 1 കിലോ കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണിത്. സവാളയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്കൂടെ 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ്. നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി ചില്ലി അല്ല കേട്ടോ, സാധാ മുളക് പൊടിയാണ്. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനൊരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ കേട്ടോ, നിർബന്ധമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഇടണമെന്ന്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അതിൽ കിടക്കട്ടെ. നമ്മുടെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. നമ്മുടെ ചിക്കൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതിനകത്ത് കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ അത് നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ചിക്കൻ ആയതുകൊണ്ട് ഞാനിതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുവാണ്. സാധാരണ കപ്പ ബിരിയാണി നമ്മൾ ബീഫിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പൊന്ന് പിടിക്കാനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഒരു കുറുകിയ പരുവായിട്ടുണ്ട്. ഇനി അധികം താമസിക്കണം. നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. ഞാനിതിനകത്ത് ഒട്ടും ഉപ്പിട്ടിട്ടില്ല കേട്ടോ. കപ്പ വേവിച്ചപ്പോൾ ഒട്ടും ഉപ്പിട്ടിട്ടില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കപ്പയും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും തേങ്ങയും രണ്ടും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്തിടാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ തേങ്ങ വറുത്ത അതേ ഇരുമ്പേട്ടി തന്നെയാണ്. ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബിരിയാണിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളല്ല, കുറച്ച് പണിയുണ്ട്. എന്നാലും നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടുള്ള കപ്പ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.